ആഗോള അയ്യപ്പ സംഗമം അടിമുടി കള്ളത്തരങ്ങളും ക്രമക്കേടുകളുമായിട്ട് ഒരു സർക്കാർ സ്പോൺസേർഡ് പരിപാടി. എന്തിനായിരുന്നു അങ്ങനെ ഒരു പരിപാടി നടത്തിയത് എന്ന് എല്ലാവരും ചോദിച്ചതാണ്. അന്ന് എന്താണ് പറഞ്ഞത്? ശബരിമലയുടെ മഹത്വം ലോകം മുഴുവൻ അറിയിക്കാനും പിന്നെ അങ്ങ് ഈ പരിപാടി നടത്താൻ വേണ്ടി സ്പോൺസർമാർ അങ്ങ് കാത്തു നിൽക്കുവാണെന്നൊക്കെ ആയിരുന്നു അന്ന് വന്ന് തള്ളിയത്. അന്ന് തള്ളിയവരെ ഒന്നും ഇപ്പോ കാണുന്നില്ല. ഇപ്പോ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ വൻ ക്രമക്കേടുകൾ. ദേവസ്വം ബോർഡിൽ നിന്ന് മുൻകൂർ അഡ്വാൻസ് ആയി മേടിച്ച പൈസ തിരിച്ചു കൊടുത്തു എന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞത് കളവാണ് എന്ന് തെളിഞ്ഞു. എങ്ങനെയാണ് തെളിഞ്ഞത്? സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ കൊടുത്ത രേഖയിൽ ആ പൈസ ദേവസ്വം ബോർഡിന് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആര് പറയുന്നതാണ് സത്യം? കോടതിയിൽ കൊടുത്തതാണോ സത്യം? അതോ നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ദേവസ്വം ബോർഡിന് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ എന്തെങ്കിലും ചിലവ് വന്നിട്ടുണ്ടോ, വന്നിട്ടുണ്ടെങ്കിൽ എത്രയാണ് ചിലവ് വന്നത് എന്നുള്ളതായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യം. ആ ചോദ്യത്തിന് അന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയായ VN വാസവൻ മറുപടി നൽകിയത് ദേവസ്വം ബോർഡിൽ നിന്നും അഡ്വാൻസ് ആയി വാങ്ങിയിരുന്ന പൈസയെല്ലാം സ്പോൺസർമാര് തന്നപ്പോൾ തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ അഡീഷണൽ കമ്മീഷണർ കോടതിയിൽ കൊടുത്ത മറുപടി എന്താണ്? കോടതിയിൽ റിപ്പോർട്ട് കണക്കുകൾ ഉൾപ്പെടെ വാസവൻ നിയമസഭയ്ക്ക് എണീറ്റ് നിന്ന് പറഞ്ഞ കണക്കല്ല, ഇത് കൃത്യമായ കണക്കുകൾ കോടതിയിൽ ഓഡിറ്ററിനെ വെച്ച് ചെക്ക് ചെയ്ത് കൊടുത്ത കണക്കിൽ എന്താണ് കണ്ടെത്തിയിരുന്നത്? ദേവസ്വം ബോർഡിന് അവർ കൊടുത്ത പൈസ തിരികെ കിട്ടിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് തിരികെ കിട്ടിയില്ല? ഈ പറയത്തക്ക സ്പോൺസർമാരൊന്നും ആ പരിപാടിക്ക് ഇല്ലായിരുന്നേ. ഇവര് വെറുതെ വന്നിരുന്ന് തള്ളിയതാണ്. എന്താണ് തള്ളിയിരുന്നത്? സ്പോൺസർമാർ കാത്തു നിൽക്കുകയാണെന്നാണ് തള്ളിയിരുന്നത്. ആകെ ഉണ്ടായിരുന്ന സ്പോൺസർമാർ ആരൊക്കെയാണ്? ധനലക്ഷ്മി ബാങ്കും കേരള ബാങ്കും. ധനലക്ഷ്മി ബാങ്ക് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ദേവസ്വം ബോർഡിന്റെ എല്ലാ ഇടപാടുകളും നടക്കുന്നത് ധനലക്ഷ്മി ബാങ്കിലൂടെയാണ്. അങ്ങനെ അവർ ഇതിലേക്കൊരു സ്പോൺസറായി എത്തി. രണ്ടാമത് കേരള ബാങ്ക്. കേരള ബാങ്കിന്റെ ആരുടെ കീഴിലാണ്? സഹകരണ മന്ത്രി ദേവസ്വം ബോർഡ് മന്ത്രിയായ വാസവന്റെ കീഴിലാണ്. അങ്ങനെ അവരും ഇതിലേക്ക് എത്തി. അല്ലാതെ പുറത്തുനിന്നൊരു സ്പോൺസർ ഇല്ല. അദാനി ഉണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ ആ പൈസ ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ മൊത്തം ക്രമക്കേടുകളാണ്. ചുരുക്കം പറഞ്ഞാൽ ദേവസ്വം ബോർഡിന് 3,40,00,000 രൂപയിലധികം നഷ്ടമായി. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതിന്റെ നടത്തിപ്പ് ടെൻഡർ ഒന്നും വിളിക്കാതെ ഒരാൾക്ക് അങ്ങ് കൊടുത്തു. ഗവൺമെന്റിന്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഒരാൾക്ക് അങ്ങ് കൊടുത്തു. ആരാണ് ഗവൺമെന്റിന്റെ വിശ്വസ്തരായിട്ടുള്ളവര്? പറ, ഗോവിന്ദ മാഷ് ചോദിക്കുന്ന കണക്ക് പറ, നിങ്ങൾ പറ, കേൾക്കട്ടെ. ആരാണ് ഗവൺമെന്റിന്റെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാര്? ഗവൺമെന്റ് പരിപാടികളും ഗവൺമെന്റിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ടെൻഡർ ഇല്ലാതെ കൊടുക്കുന്ന ആർക്കാണ്? പറ. അവർക്ക് തന്നെയാണ് കൊടുത്തത്. അപ്പോ അവര് ഒരു കണക്ക് കൊണ്ടുവന്നു. ആ കണക്കിലെല്ലാം പെരുപ്പിച്ച് കാണിച്ചു എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ കണ്ടെത്തല്. ഇപ്പോ 17-ാം തീയതി വീണ്ടും ഇവരെ എല്ലാരെയും വിളിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ്? ഈ പൈസ ഒന്ന് കുറച്ചു തരണം, എങ്ങനെങ്കിലും ഇതൊക്കെ ഞങ്ങൾക്കൊന്ന് ടാലി ആക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് 17-ാം തീയതി അവരെല്ലാം വിളിപ്പിച്ചേക്കുന്നത്. ഇതെല്ലാം ടാലി ആക്കിയിട്ട് വേണം വീണ്ടും കോടതിയിലോട്ട് ചെല്ലാൻ. ഈ നിയമസഭയിൽ എണീച്ച് ഇന്ന് പറയുന്ന കണക്കും മൈക്കിന്റെ മുമ്പിൽ വന്ന് പ്രസംഗിക്കുന്നതിന്റെ കണക്ക് കോടതി പറ്റത്തില്ലല്ലോ. കോടതിയിൽ കൃത്യമായി നിരീക്ഷിക്കുമല്ലോ. അവിടെ ഉടായ്പ് കാണിച്ചു കഴിഞ്ഞാൽ കഴുത്തിന് പിടിക്കും. അതുകൊണ്ട് അവിടെ കൃത്യമായി കണക്ക് കൊടുക്കാൻ വേണ്ടി ഇവരെല്ലാവരെയും ഇപ്പൊ വിളിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെ പറ്റി ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി VN വാസവനോട് ചോദിച്ചപ്പോ വാസവന്റെ മറുപടി എന്തായിരുന്നു എന്നൊന്ന് കേൾക്കാം. അല്ല, അത് രാഷ്ട്രീയല്ല, അതിനൊന്നും നമ്മൾ പറയാനില്ല. അത് ബോർഡ് വിശദീകരണം ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ബോർഡ് കൊടുക്കുന്ന വിശദീകരണം ഞാൻ വിശദീകരിക്കേണ്ടത് കേട്ടില്ലേ? വാസവന്റെ മറുപടി എന്തായിരുന്നു? അത് ഞാനല്ല നോക്കേണ്ടത്, ബോർഡ് നോക്കുന്ന കണക്കാണ്. എന്നിട്ട് ഒരു ചിരി, ഒരു ചിരി. ഞാൻ അപ്പൊ വീണ്ടും എനിക്ക് സംശയം തോന്നി, ഇനി വാസവൻ തന്നെയാണോ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി? ഒന്ന് എടുത്ത് നോക്കിയപ്പോ കറക്റ്റ് വാസവൻ തന്നെയാ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി. ഈയിടോ, തനിക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് താൻ ഇവിടെ ഇരിക്കുന്നത്? ഈ ലക്ഷങ്ങള് ജനങ്ങളുടെ നികുതി പണം എടുത്ത് താൻ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന എന്തിനാ? ബോർഡ് നോക്കാനാണെങ്കിൽ ബോർഡിൽ ഉദ്യോഗസ്ഥർ നോക്കിക്കൊള്ളുമല്ലോ. തന്നെ പോലെ ഒരു വകുപ്പ് മന്ത്രി അവിടെ എന്തിനാണ്? തനിക്ക് ദേവസ്വം ബോർഡിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യം അറിയാവോ? സ്വർണ്ണക്കൊള്ളയെ പറ്റി ചോദിച്ചപ്പോ ബോർഡ് നോക്കും, ബോർഡിനറിയാം, ബോർഡിന് കണക്കറിയാം. വേറെ എന്തെങ്കിലും ചോദിച്ചാലും ബോർഡിനറിയാം. പിന്നെ താൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? എനിക്ക് അറിയാമെന്ന് ഞാൻ ചോദിക്കുവാണ്. ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ആയിപ്പോയി. ജനങ്ങളുടെ ഗതികേട്. നിയമസഭയിൽ ഒരു സഭാംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് എന്തിനാണ് തെറ്റായ ഒരു ഉത്തരം കൊടുത്തത്? ഇനി അത് തെറ്റായ ഒരു ഉത്തരം അല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ഞെക്കി പിടിഞ്ഞ് ഒരു കണക്കം കൊണ്ടുവരും. അത് ന്യായീകരിച്ച് മെഴുകി ലോകം മൊത്തം അതാണ് സത്യം എന്ന് പറയാൻ വേണ്ടി കുറെ ക്യാപ്സൂൾ ഭാഗികളായിട്ടുള്ള പാർട്ടിക്കാർ. അങ്ങനെയാണല്ലോ ഈ പല കാര്യങ്ങളും, ഈ ഇല്ലാത്ത കാര്യങ്ങൾ കള്ളത്തരം പൊളിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ലോകത്ത് മനുഷ്യർക്ക് മനസ്സിലാവാത്ത ഒരു കണക്കും ഒരു ന്യായീകരണം കൊണ്ടുവരും. ആ ന്യായീകരണം ന്യായീകരിക്കാൻ വേണ്ടി കുറെ ക്യാപ്സൂൾ വാഹികളായിട്ടുള്ള പാർട്ടിക്കാർ. അങ്ങനെയാണല്ലോ എല്ലാം വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കം ഇപ്പൊ കണക്കുകളെല്ലാം പുറത്തു വന്നപ്പോൾ തള്ളി മറിച്ച് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം ഒരു
പൊട്ടിയ ബലൂൺ ആണെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ഊതി വീർപ്പിച്ചു വെച്ചിരുന്ന ഒരു ബലൂൺ മാത്രമാണെന്ന് മനസ്സിലായല്ലോ. അന്നേ വീഡിയോകളെല്ലാം പ്രചരിച്ചതാണ് ഇതിനകത്തൊന്നും ആളുകളില്ല എന്നുള്ളത്. നിങ്ങൾ അത് സമ്മതിച്ചോ? സമ്മതിച്ചില്ല. മറ്റു പാർട്ടിക്കാര്, അസൂയാലുക്കളായിട്ടുള്ള മറ്റു പാർട്ടിക്കാര് ദുഷ്പ്രചരണങ്ങൾ നടത്തുമായിരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഒക്കെ ഇരുന്ന് പറഞ്ഞത്. ഇനി ആഗോള അയ്യപ്പ സംഗമത്തിന് വന്നവർക്ക് ഹോട്ടൽ ബുക്ക് ചെയ്ത് കൊടുത്ത് എവിടെയാണ്? ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകളിൽ ലക്ഷങ്ങളാണ് അവർക്ക് കൊടുക്കാനുള്ളത്. ഒരു കാര്യം കൂടെ പറയാം, ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള പരിപാടികളൊക്കെ എങ്ങനെയാണ്? ദേവസ്വം ബോർഡിന്റെ പരിപാടികളൊക്കെ എങ്ങനെയാണ്? ആറാം തമ്പുരാൻ സിനിമയിൽ ജഗന്നാഥ വർമ്മ പറയുന്ന കണക്ക് അതൊരു ട്രസ്റ്റിന്റെ കീഴിലാണ്. ട്രസ്റ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? ഞാനും അപ്പനും അപ്പന്റെ പെങ്ങൾ സുഭദ്രയും. ഇതുപോലെയാണ് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തെളിഞ്ഞു വരും, തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. നുണ കൊണ്ടുണ്ടാക്കിയ ചീട്ട് കൊട്ടാരങ്ങൾ പൊളിക്കുക തന്നെ ചെയ്യും.